പയ്യന്നൂരിൽ ചെമ്മീൻകെട്ടിന് സമീപത്ത് ഷെഡ് കത്തിച്ച സംഭവത്തിൽ ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ച് ടി പുരുഷോത്തമൻ. തീയിടലിന് പിന്നിൽ മുൻ MLA TI മധുസൂദനൻ ആണെന്ന് കത്തിൽ ആരോപണമുണ്ട്. നിലവിലെ അന്വേഷണം കാര്യക്ഷമമല്ലെന്നും ടി പുരുഷോത്തമൻ പറയുന്നു. മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്നും ചേരുകയാണ്. മിഥുൻ, CPM-ലെ ആഭ്യന്തര സംഘർഷത്തിന്റെ ഭാഗമാണല്ലോ കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിടുന്നതും പിന്നീട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു. കുഞ്ഞികൃഷ്ണന്റെ അനുയായിയായിട്ടുള്ള ഈ പുരുഷോത്തമന്റെ ഷെഡിന് തീയിടുന്നു. അപ്പോൾ ഈ ആഭ്യന്തര സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അക്രമത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്ന പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ പോലീസിന് പരാതിയുമായി ഇദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്? ഈ പരാതി കത്തിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് CPM-നെതിരെ പറയുന്നത്? ഗൗതം, ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വി കുഞ്ഞികൃഷ്ണൻ അനുകൂലിയായ ടി പുരുഷോത്തമന്റെ ചെമ്മീൻകെട്ടിനോട് ചേർന്നുള്ള ഷെഡ് തീവെച്ച് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷെഡിനുള്ളിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തന്നെ കത്തി നശിക്കുന്ന ഒരു സംഭവമുണ്ടായി. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ടി പുരുഷോത്തമൻ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. അതായത് തീയിടലിന് പിന്നിൽ മുൻ MLA ആയ TI മധുസൂദനൻ ആണ് എന്നാണ് പുരുഷോത്തമൻ ആരോപിക്കുന്നത്. മധുസൂദനെതിരെ പ്രേരണാ കുറ്റത്തിന് കേസെടുക്കണമെന്നും ഈ ആഭ്യന്തരമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നുണ്ട്. TI മധുസൂദനന്റെ പങ്ക് വിശദമായി അന്വേഷിക്കണം. നിലവിലെ അന്വേഷണം ഒരു തരത്തിലും കാര്യക്ഷമമല്ല എന്നുകൂടി ടി പുരുഷോത്തമൻ പറയുന്നുണ്ട്. ഏതായാലും പയ്യന്നൂരിൽ പുതിയ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് വേദിയായ ഒരു സംഭവം കൂടിയാണിത്. കാരണം ഇത് വലിയ പ്രതിസന്ധി CPM-നോട് ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ടി പുരുഷോത്തമൻ്റെ വീടിന് നേരെയോ അതുപോലെ തന്നെ വാഹനത്തിന് നേരെയും തെരഞ്ഞെടുപ്പ് സമയത്ത് അക്രമം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്ന് വാഹനം കത്തിക്കാൻ ശ്രമിക്കുകയും വീടിൻ്റെ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അന്ന് ആ കേസുമായി ബന്ധപ്പെട്ട് DYFI പ്രവർത്തകരായ ഏതാനും പേരെ പോലീസ് പിടികൂടിയിരുന്നു. മറ്റ് പല അക്രമ കേസുകളും പയ്യന്നൂർ മേഖലയിൽ നടന്നിരുന്നു. പക്ഷേ അതിലൊന്നും പ്രതികളെ പിടികൂടിയില്ല എന്നൊരു ആരോപണം തുടക്കം തൊട്ടേയുണ്ട്. ഈ കേസിലും ഇപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച ഈ സംഭവം നടന്നിട്ട് ഇതുവരെയായിട്ടും പ്രതികളെ പിടികൂടാൻ വേണ്ടി സാധിച്ചില്ല. അതുതന്നെയാണ് ഇപ്പോൾ വലിയ തർക്കങ്ങളിലേക്കും പരാതികളിലേക്കും ഒക്കെ കടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ അന്വേഷണം കാര്യക്ഷമമല്ല. മുൻ MLA TI മധുസൂദൻ്റെ പങ്ക് കൃത്യമായി അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഈ പുരുഷോത്തമൻ നൽകിയ പരാതിയിൽ പറയുന്നത്. ഗൗതം. ഓക്കെ.